അതെ ഇവരങ്ങനെ കുഴപ്പമുള്ള കേസൊന്നുമില്ല. നിങ്ങൾ എല്ലാരും ഇറങ്ങി പോയി, പെട്ടെന്ന് പോയി. ഇവനും ബാധയുടെ ആളാണ്, സൂക്ഷിക്കണം. ഒഴിഞ്ഞു പോ. ഇറങ്ങി പോവാൻ പറയടാ. എന്നെ കൊണ്ട് പറ്റൂല, ഇന്ന് കൈവിട്ട് പോയത്. നിന്നോടാ പറഞ്ഞത്, ഒഴിഞ്ഞു പോ. പോവൂല. നീ എന്നെ രക്ഷിച്ചല്ലേ? അയ്യോ സോറി. ഇംഗ്ലീഷ് പാത മലയാളം മീഡിയമാണ്. സോറി എന്ന് പറയില്ല, ക്ഷമിച്ചു എന്ന് പറയൂ. ക്ഷമിച്ചു. ക്ഷമിക്കണം. വല്ലം പറ്റിയോ? സാരമില്ല, കുട്ടിയല്ലല്ലോ, ബാധയല്ലേ എറിഞ്ഞത്. വൈദ്യരെ, കാര്യങ്ങൾ കിടക്കട്ടെ. കണ്ടിട്ട് കടുത്ത ഇനമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇനമേതാണെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്നെ പഠിപ്പിക്കരുത്. നേരത്തെ എന്നെ കൊല്ലാൻ കറിക്കത്തിയായിട്ട് വന്നതാ. എന്നെ ഈ കുട്ടിയെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ച് നീ അടങ്ങുമല്ലേ? ഒഴിഞ്ഞു പോ. മിണ്ടാതിരുന്നോണം. ഒഴിഞ്ഞു പോകാനല്ലേ പറഞ്ഞത്? നിന്റെ താക്ക് ഞാൻ ഒന്നടങ്ങടേ. അതെ അതെ, അവിടെ പറഞ്ഞതാ. എവിടെ പറഞ്ഞാലും ശരി തന്നെ, ഈ ബാധയെ ഒഴിപ്പിച്ചേ ഞാൻ അടങ്ങൂ. അവസാന തടവെടുക്കാൻ പോവാ. മണി എന്താ ചെയ്യാ? എന്നെ അടിച്ചവരെ ഞാൻ എന്തായിരുന്നാലും തിരിച്ചടിക്കും. എടാ മന്ത്രവാദിയാണോ? ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ വിചാരിച്ച് മുമ്പോട്ട് ഓടുകയാച്ചി. എന്നാ വാടാ. ഇതൊക്കെ എന്റെ കുഞ്ഞു സീഡികൾക്ക് വലിയ നിർബന്ധമാണ്. നമ്മളൊരു ജോലി ഏറ്റെടുക്കുമ്പോഴും പ്രതിഫലം വാങ്ങുമ്പോഴും ഒരു രേഖയുള്ളത് ഇത് കൂട്ടർക്ക് നല്ലതാണ്. സന്തോഷായി, സംതൃപ്തിയായി. ഇപ്പൊ നമ്മുടെ മനസ്സെന്താ മന്ത്രിക്കണേന്നറിയോ? കൈവിട്ടുപോയ വൈരമാലകളും പഞ്ചലോക വിഗ്രഹവും തിരിച്ചു കിട്ടിയെന്ന് നിരൂപിക്കാൻ. നിരൂപിക്കല്ല, കിട്ടി. അല്ല, അപ്പൊ 2 ആഴ്ചക്കുള്ളിൽ ഒക്കെ അങ്ങോട്ട് കണ്ടുപിടിച്ച് തരൂല്ലേ? അങ്ങേ അറ്റം പോയാൽ 1 മാസം. അതിനുള്ളിൽ ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തലമുട്ടയടിച്ച് നാടുവിടും. അല്ല ഡിറ്റക്റ്റീവ്? മതി, എനിക്ക് തൃപ്തിയായിരിക്കണു, സന്തോഷായിരിക്കണു. ഇതാണ് സ്ഥലത്തിന്റെ മാപ്പ്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. തെറ്റുപറ്റിയിരിക്കണു. ഇത് നിങ്ങളുടെ കൈ തന്നെ ഇരിക്കട്ടെ, പ്രയോജനപ്പെടും. നിങ്ങൾ ധൈര്യമായിരിക്കെ. മേമന ഇല്ലത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ കുറച്ചുനാള് മേന്നമ്മ ഇല്ലത്തിന്റെ മേമന, അതെ, മേമന ഇല്ലത്തിന് ചുറ്റും നിരീക്ഷണ ദൗത്യവുമായിട്ടുണ്ടായിരിക്കും. ജനാലകളും വാതിലുകളും എല്ലാം നന്നായി അടച്ചു പൂട്ടണം. ലക്ഷക്കണക്കിന് ഉറുപ്പിക വിലമതിക്കുന്ന സാദർ ശ്രാമികകൾ സ്വർണമായും രത്നമായും മറ്റു കാര്യങ്ങളുമായും ഒക്കെ ഇവിടെയുണ്ടേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. തോക്കും ബോംബും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അവിടെ ചെന്ന് ആരെങ്കിലുമായി അടികൂടാൻ പോകുമ്പോ തോക്കെടുത്തിട്ടില്ല, ബോംബെടുത്തിട്ടില്ല എന്നൊന്നും പറയരുത്. കമോൺ. പരദേവതകളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. വിജയീ ഭവ. അമ്മേ മഹാമായേ ദേവി കാത്തുരക്ഷിക്കണേ. ഹലോ, CI പ്രകാശ് കുമാർ സാർ. ഇത് ഞാനാ, ഉടുമ്പു വാസു. ഈ ത്രിസന്ധ്യ സമയത്ത് ഞാൻ നമ്മുടെ ഡിറ്റക്റ്റീവുകൾക്ക് ചെറിയൊരു പണി കൊടുത്തു. അവരെ ഞാൻ മേമന ഇല്ലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുക. അതെ, അതല്ലേ സാർ അതിൻ്റെ ഒരു രസം.
മേമന ഇല്ലം, വൈരക്കല്ല്, പഞ്ചലോക വിഗ്രഹം, 1.5 കോടി ഉറുപ്പിയ എല്ലാം കേട്ട് ഹാലളകി പോയിരിക്കുക. അതെ അതെ അതെ. ആ പിന്നെ ഷാജി നമ്പൂതിരി വീണ്ടും ഉടുമ്പുവാസു ആകാൻ പോവുക. ഞാൻ നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി ചാക്കോ സാറിന്റെ വീട് കുത്തി തുറന്ന് ചെറിയൊരു മോഷണം നടത്താൻ പോവുക. സാറ് പെട്ടെന്നൊന്നും കയറി ഇങ്ങോട്ട് ഇടപെട്ടേക്കരുത്. അല്ല, എനിക്കറിയാം സാർ ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന്. സുമേ, പ്രകാശനത്തെ ഇതിനെ ഒന്നും പ്ലാങ്ക വിളയിലേക്ക് കെട്ടിയെടുക്കാറായില്ലേ? സത്യം പറഞ്ഞ പ്രകാശ, നീ ഇവിടുന്ന് ഒരാഴ്ച മാറി നിന്നപ്പോ വീട് ഉറങ്ങിപ്പോയി. ഞാൻ മനഃപൂർവ്വം ഉറക്കി കിടത്തിയിട്ട് പോയതല്ലേ. തന്നെ മാമ ആ പെട്ടിയൊക്കെ എടുത്ത് മോളിൽ കൊണ്ടുപോയി. അയ്യോ സാർ എത്തിയാ? നീ വന്നാണ്. എന്തോ നട ഇതൊക്കെ? ഏതൊക്കെ? എടാ ഇതിനെയൊക്കെ പറഞ്ഞിടാത്ത എന്തെന്ന്? അയ്യോ പോണ്ടേ, മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകൂലെന്ന് വെച്ചാ? ഇത് മിക്കവാറും എനിക്ക് മെനക്കേടുണ്ടാക്കി വെക്കോടെ. മിക്കവാറും അല്ല സാറേ, മെനക്കേടുണ്ടാക്കും. ഒരാഴ്ച 17 അടവും പയറ്റി നോക്കി. ഒടുവിൽ 18ാമത്തെ അടവിൽ ചേച്ചി കിടപ്പിലുമായി. സുമയ്ക്ക് എന്ത് പറ്റി? ചേച്ചി അകത്തുണ്ട്. സാറ് വാ വാ സാറേ. സുമേ, നിനക്കെന്താ പറ്റിയത്? ഇത്രേ ഉള്ള ബാധ ഒഴിപ്പിക്കലിന്റെ പേരിൽ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് മനഃപൂർവ്വം എന്നെ തല്ലിക്കായിരുന്നു പ്രകാശേട്ടന്റെ മാമനും മാമിയും. സിയുടെ വീട്ടിൽ കയറി മന്ത്രവാദം നടത്താൻ ധൈര്യപ്പെട്ട ആ മാന്ത്രികന്റെ പേരെന്താ മണിയാ? അത് ബ്രഹ്മശ്രീ കരാളഹസ്തൻ. അവന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇത് CI പ്രകാശ് കുമാറിന്റെ വീടാണെന്ന്? അത് പറഞ്ഞപ്പോഴാ അടിയുടെ എണ്ണം കൂടിയത്. ഒന്നും വേണ്ടായിരുന്നു. അപ്പൊ തന്നെ സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം മിസസ് പ്രകാശ് കുമാറിന്റെ തലയ്ക്ക് വട്ടാണെന്ന് ഈ കോളനി മുഴുവൻ പാട്ടാവാൻ. പാട്ടെന്തായാലും കോളനിയിൽ സൂപ്പർ ഹിറ്റായി തുടങ്ങി. ഈ ബഹളം നടക്കുമ്പോ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഏത് നേരത്താ മണിയാ നിന്റെ തലയിൽ ഇങ്ങനെ ഒരു കൂതറ ബുദ്ധി ഉദിച്ചത്? അല്ല സാറേ, പ്ലാങ്കുള്ള ടീമുകൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലായപ്പോ ചുമ്മാ ഒരു നമ്പർ ഇറക്കി നോക്കിയതാണ്. പക്ഷെ അത് ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. എന്തായാലും ഇതൊരു നാറ്റ കേസായി പോയി. സാരമില്ലടേ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിന് ഒതുക്കി തീർക്കാൻ പറ്റാത്ത ഏതെങ്കിലും കേസ് ഈ ഭൂമത്ത് ഉണ്ടാടേ? ഇത് ഞാൻ പോലീസ് മറയെ തന്നെ തീർത്തു തരാടേ. നീ നോക്കിക്കോ, നിനക്കൊന്നും എന്നെ അറിയില്ല. ഈശ്വര, അന്നാമ്മച്ചെടുത്തി. എന്ത് സാറേ? സുമേ, എന്താ? അന്നാമ്മച്ചെടുത്തി വരുന്നു. എന്റെ ഈശ്വര, യേശോ, അപ്പൊ ബാലപ്പൻ പറഞ്ഞത് നേരാ. ഇവക്ക് ശരിക്കും വട്ട. ഇതാര് ചേട്ടത്തിയോ? വാ വാ. ഇതെന്തിനാ? ഇത് എന്റെ ഒരു സങ്കടം. പ്രകാശൻ എപ്പ എത്തി? ഞാൻ ഇപ്പൊ രാവിലെ എത്തി. ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്ങനെയുണ്ടെന്ന്? അല്ല, സത്യം പറഞ്ഞ സുമയ്ക്ക് നല്ല സുഖമില്ലെന്ന് അറിഞ്ഞപ്പോ എന്റെ ചങ്ക അങ്ങ് തകർന്നു പോയി. എന്റെ കർത്താവേ, തുടക്കത്തിലെ അറിഞ്ഞത് നന്നായി. അത് പിന്നെ അന്നമ്മച്ചെടുത്ത് കരുതുന്ന പോലെ ഒന്നുമില്ല. ഒരു തലവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, അതങ്ങ് മാറുകയും ചെയ്യും. അത്രേ ഉള്ളൂ അല്ലേ? ആ, ആരെങ്കിലും ചോദിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞാ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അച്ചായൻ ചോദിച്ചു നമ്മുടെ സുമയ്ക്ക് എന്നതാടി പറ്റിയെന്ന്. തലവേദന തന്നെയാ ഞാനും പറഞ്ഞത്. അസുഖം ഇതാണെന്ന് നമ്മൾ തന്നെ ചുമ്മാ കൊട്ടിക്കൊഴിച്ചു നടക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ എനിക്കേതോ മാറാ വ്യാധിയാണെന്ന്. അതെ, എനിക്ക് പൊട്ട.
അയ്യോ ചേച്ചി അതാ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒന്ന് റിലാക്സ് ചെയ്യടി, ഒന്ന് കൂളായിട്ടിരിക്കടി. സൂക്ഷിക്കണം പ്രകാശ. ഡോക്ടർ മാത്യു പുല്ലൂരാൻ എൻ്റെ ഒരു കസിൻ ബ്രദറായിട്ട് വരും. പുള്ളിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാ. ദേ വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ദേ, ആൾക്കാരെ പട്ടിയാക്കരുത്. ദയവ് ചെയ്ത് അന്നമ്മച്ചെടുത്ത് പോയി തന്നാ മതി. അത് എന്നെ ഞാൻ പോകാം, പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം. ഇതേ പകരുന്ന ഇനമാണെന്ന് തോന്നുന്നു. ഡോക്ടർ മാത്യു പുല്ലൂരാനെ കാണുന്നതിന് വരെ ഒന്ന് ചങ്ങലക്കിട്ടേരെ. നോർമലായിട്ട് വന്നാ മതി. എന്താ പ്രകാശേട്ടാ ഇത്? അവര് വന്ന് ഇത്രയും പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. എടി, എടി, നീ ഒന്ന് ചുമ്മാ ഇരടി. ഈ ഡ്രസ്സായി പോയത് അവരുടെ ഭാഗ്യം. ഞാനൊന്ന് യൂണിഫോമിലായിരുന്നെങ്കിൽ അവരിന്ന് ഇവിടുന്ന് ഉടുതുണിയോടെ പോകില്ലായിരുന്നു. CA പ്രകാശ് കുമാറിനെ അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ്. പതുക്കെ, പതുക്കെ. പിന്നെ കാണിച്ചു തരാനെങ്കിൽ വാ. നീ ഏതാടി കൊച്ചേ? പ്രകാശമാമന്റെ ബന്ധുവാ. നീ ഇപ്പൊ ചാടിക്കറി മുകളിലോട്ടൊന്നും പോയല്ലേ? അതെന്താ? അയ്യോ, സുമയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ഏതോ ഭയങ്കര തമിഴത്തെ നാഗവല്ലിയാ. നാഗവല്ലി. അതെ, അന്നമ്മച്ചേട്ടത്തി. ഞാൻ പോണു. അന്നമ്മച്ചേട്ടത്തി പോയാ? അയ്യോ, അവരെ റീത്ത് കൊടുക്കാൻ മറന്നുപോയി. ഡീ ഇങ്ങോട്ട് വാ. അവരെന്തോന്ന് പറഞ്ഞിട്ട് പോയാ? സുമാമിയുടെ ദേഹത്ത് കയറിയിരിക്കുന്നത് നാഗവല്ലി. അത്ര നാഗവല്ലി അവര് പറഞ്ഞ നേരാണോ മണിയണ്ണ? പിന്നെ ഭയങ്കര നേരല്ലേ. ജീവന് കൊതിയുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനെ അമ്മയും വിളിച്ചോണ്ട് വേഗം സ്ഥലം കലിയാക്കാൻ നോക്ക്. ചെല്ല് 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 ചെല്ല്. അവര് പോന്നെങ്കി പൊക്കോട്ടെ. ഞാൻ എന്റെ മണിയണ്ണനെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. അല്ല, കള്ളൻ. പോ, ചാമ്പം നെഞ്ചത്ത് വയ്ക്കാം. പോ, എവൾ എന്നെ കൊണ്ടേ മലക്കൂ. അല്ല, ഞാൻ എന്തിനീ ചവങ്ങളെയൊക്കെ പേടിക്കണം? തറ തൂത്തൊരു വരട്ടിയ വാരി കെട്ടി പോകാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട. പോണ പോക്കിൽ ആ മാമനും മാമയും കൂടി എന്റെ ജീവചരിത്രം കോളനിയിൽ വാരി വിളമ്പിയിട്ട് പൊക്കളഞ്ഞാലോ? എന്റെ അച്ഛൻ കറാവുകാരൻ കുഞ്ഞിരാമനാണെന്നുള്ള വിവരം ഈ കോളനിക്കാർ അറിഞ്ഞ പിന്നെ എന്റെ സകല വെയിറ്റും പോവും. സാറെന്താ മൂഡൌട്ടായി നിൽക്കുന്നത്? ഒന്നുമില്ലടേ. അല്ല, സാറ് വല്ല പദ്ധതികളും മെനഞ്ഞ? ഡേ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്തോന്ന്? വീട് കൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് ദിവസം മാറി താമസിച്ചാലോ? എന്തിന്? ചുമ്മാ ഒരു ചേഞ്ചിനിടെ വല്ല മൂന്നാറിലോ ഊട്ടിയിലോ കൊടൈക്കനാലിലോ സഹാറയിലോ മറ്റോ. അവരെ ഒഴിവാക്കാനാണെങ്കിൽ അതും പാരയാവും. പ്ലാങ്കവിള ഗ്രൂപ്പ് കൂടെ കാണും. അവര് ടീമായിട്ട് വരും. ഒറ്റ മാർഗമേ ഉള്ളൂ. സംഗതി അല്പ കടന്ന കൈയാണ്. നീ കാര്യം പറയടേ. കള്ളക്കേസ് കുടുക്കി 3 എണ്ണത്തിനെ അങ്ങ് അകത്താക്കിയാലെന്ത് സാറേ? അതൊക്കെ മാധ്യമ കോപം കിട്ടുന്ന കാര്യങ്ങളാ. ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് കാര്യം? ഉശിലാംപെട്ടിന്ന് കാളിമുത്തു അങ്കിളിനെ കൊണ്ടുവരണം. അയ്യോ, അയാൾ സേലത്ത് അറിയപ്പെടുന്ന അണ്ടർവേൾഡ് കിങ് അല്ലേ? അത് വേണോടി. അതൊക്കെ പണ്ട്. ഇപ്പൊ മാമൻ ഒതുങ്ങിക്കൂടി കഴിയുക. ഈ പ്രശ്നം കാളിമുത്തു അങ്കിള് ഈസി ആയിട്ട് കൈകാര്യം ചെയ്തോളൂ. സുമേ, അത് വേണോ? ദേ, പ്രകാശേട്ടനൊന്നും പറയണ്ട. ഞാൻ കാളിമുത്തു അങ്കിളിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. കാളിമുത്തുമാമൻ, മറ്റൊരു രീതി അമീൻ. കഴിച്ചോ മോളെ? കിള്ളിക്കിള്ളി നിക്കാതെ വലിച്ചു വാരി തിന്നും മനുഷ്യ. സരസു, നമുക്ക് മാത്രം കഴിച്ചാ മതിയോ? ആ സുമ കഴിച്ചോന്ന് പോലും നീ ചോദിച്ചില്ലല്ലോ. അവക്ക് കഴിക്കാനുള്ളതേ ഇവിടെ ഉണ്ട്. വിശക്കുമ്പോ വന്ന് ഞണ്ണിക്കോളൂ. ആദ്യം നിങ്ങൾ ചവച്ചരച്ചിറക്ക്. മോളെ, ചമ്മന്തി ഒഴിച്ച് 2 ആപ്പിളും കൂടെ കഴിക്ക്. ഒരു മര്യാദ വേണ്ടേടി. നമ്മൾ വന്നിട്ട് ദിവസം 10-20 ആയില്ലേ? അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ആ കൂതര നാട്ടിലോട്ട് പോകുന്ന കാര്യം മാത്രം പറയണ്ട. പിന്നെ നീ ഇവിടെ തന്നെ താമസിക്കാനാണോ പരിപാടി? മണിയണ്ണനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചാ പിന്നെ ഞാൻ ഇവിടെ ആയിരിക്കല്ലോ താമസം. നീ അതങ്ങ് ഉറപ്പിച്ചോടി കാന്താരി. അല്ലേ, നിങ്ങൾക്ക് ഇത്രയും കറികളൊന്നും പോരാഞ്ഞിട്ട് കാന്താരിയും കൂടെ കേട്ടണോ? അച്ഛൻ എന്നെ വിളിച്ചല്ലേ അമ്മേ കാന്താരിന്ന്. ഞാൻ 5 ദോശയും കൂടെ എടുക്കാൻ പോകും. ആ പാത്രത്തിൽ ഇഷ്ടം പോലെ ഇരിക്കല്ലേ, മക്കള് കഴിക്കേ. എടി, അത് സുമയ്ക്ക് കഴിക്കാനുള്ളതല്ലേ? മോള് കഴിച്ചിട്ട് മതി കുമയൊക്കെ കഴിക്കുന്നേ.
ദാ അവളെ ആര്? നമ്മുടെ മോളെ ആ, ആ സുന്ദരേഷനെ ഒന്ന് കാണിക്കണം. എന്തിന്? അങ്ങേര് വിചാരിച്ചാൽ ഈ ടിവിയില് പാട്ടും സിനിമയൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഏതോ ഒരു അവതാരം എന്ന് പറഞ്ഞ് ആ പരിപാടി ചെയ്യാൻ ആ സുന്ദരേശൻ സാർ വിചാരിച്ചാൽ നടക്കും. ടിവിയിലൊക്കെ നല്ല പരിചയമുള്ള ആളല്ലേ. മക്കളെ, നിനക്ക് ഇനി എന്താടി വേണ്ടത്? ആ ചെറിയ പിഞ്ഞാണ് എല്ലാം കൂടെ എടുത്ത് പ്ലേറ്റിലോട്ട് വച്ചോട്, ചവച്ചരച്ച് തിന്നിട്ട്. ഹലോ, ആരാണ്? അയ്യോ, കേക്കാൻ പറ്റുന്നില്ലല്ലോ. എടി മോളെ, നീ എണീറ്റ് പോയി കൈ കഴുക്. ഹലോ, അയ്യോ, ഇരുന്നോ. ഉച്ചയൂണും കഴിഞ്ഞ് ഏമ്പക്കൊക്കെ വിട്ടിട്ട് സൗകര്യമായിട്ട് എണീറ്റാ മതി. ഹലോ ഹലോ. എടാ എരണം കെട്ട മരുമോനെ, നീ അടുക്കളയിൽ കയറി വെച്ചു വിളമ്പി തരുന്ന പോലെയല്ലേ പറയണേ. അതിരാവിലെ ഞാൻ എണീറ്റ് ഉണ്ടാക്കിയതാ ഇതൊക്കെ. ഞങ്ങള് രണ്ടെണ്ണം ചിലപ്പോ കൂടുതൽ കഴിച്ചെന്നിരിക്കും. നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ. ഹലോ, ക്ലിയർ അല്ല കേട്ടോ. അയ്യ, മണി അണ്ണനെ ക്ലിയർ അല്ലല്ലോ. പെണ്ണെ കൊഴുക്കട്ടെ, മിണ്ടരുത്, കൊന്നളയും. ദോശമാരി കാറ്റി. ഹലോ ഹലോ, ആരാണ്? മാമനാ? അയ്യോ, ഉസിലപ്പെട്ടി കാളിമുത്ത് മാമനാ? ചേച്ചി, മാമ ഇത് ഞാനാ. മാമ ഇത് എവിടെ നിന്ന് വിളിക്കുന്ന? അധോലോകത്തുനിന്നാണാ? ഓ, അത് ശരി. അതാണ് ഒരു റേറ്റ് ഇല്ലാത്തത് പോലെ. മാമ എന്നെ മനസ്സിലായോ? ഞാനാ മണിയായി. സുമ ചേച്ചിയുടെ വല്യമ്മച്ചിയുടെ മോളുടെ മോയ്. ആദ്യം എന്റെ വിജയമ്മയുടെ മോയ്. സുമ ചേച്ചി ഇവിടെ വന്നേ, ഞാൻ സുമ ചേച്ചിയുടെ കൈ കൊടുക്കാം. ആരമണിയാ? ചേച്ചി, കാളിമുത്തു അങ്കിള്. അങ്കിൾ, ഇന്നലെ ഞാനാ വിളിച്ചത്. ഓ, സേലം ചെയ്യില്ലായിരുന്നോ? ആ, ഇവിടെ അങ്കിൾ എന്തായാലും ഒന്ന് വന്നിട്ട് പോണേ. ആ, കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ മരതക ആന്റിയോട് പറഞ്ഞായിരുന്നു. ആന്റിക്ക് തമിഴ് മാത്രല്ലേ അറിയൂ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്തോ. അല്ല, അങ്കിൾ എന്നാ തിരിക്കുന്നേ? തിരിച്ചു കഴിഞ്ഞോ? ശരി ഓക്കേ. എന്ത് നിർത്തിക്കളഞ്ഞത്? ഈ ദോശ, ഈ ആപ്പിളും, ഈ ഓറഞ്ചും, മുന്തിരി എല്ലാം കൂടെ കഴിച്ചോ? നാളെ ഒരുപക്ഷെ ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. പിന്നെ സ്വർണ്ണല്ലതേ, ആഹാര സാധനങ്ങൾ ഭംഗിയായി ചവച്ചരച്ച് കഴിക്കണം. അതാണ് ഡൈജക്ഷന് നല്ലത്. ആ മണി എന്തെണ്ണ ആരെണ്ണ വരുന്നത്? പറഞ്ഞു കൊടുക്കട്ടാ ചേച്ചി. ദേ, നീ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാമിനെയും മാമിയെയും കുഞ്ഞിനൊന്നും പേടിപ്പിക്കല്ലേ. പറയണ്ണ, ആരാ വരുന്നേ? സ്വർണ്ണല്ലതേ, നീ ഇതി അമീൻ എന്നൊരു രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നെയ്മീൻ, കരിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആഹാ, നീ അതേ കേക്കൂ. എന്നാ കേട്ടോ, ആഫ്രിക്കൻ ജംഗ്ഷൻ അടക്കി വാണ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതാണ് ഇതി അമീൻ. അയാളാണോ വരണത്? അയ്യോ, അയാളല്ല. പിന്നെ? പക്ഷെ അയാളെ പോലൊരു ഭയങ്കരനാണ് ഈ കാളിമുത്തു മാമൻ. ഇതി അമീന് മനുഷ്യന്റെ പച്ചമാംസവും തലച്ചോറുമാണ് പ്രധാന ഭക്ഷണം. ഈ മാമനും ചിലപ്പോ ചിലരെയൊക്കെ കാണുമ്പോ അതൊക്കെ തിന്നണമെന്ന് തോന്നും, നിന്നെ ഉൾപ്പെടെ. നീ ചുമ്മാ തമാശ പറയാടേ. പെറ്റ തള്ളയാണ് സത്യം. നിങ്ങൾ നേരിട്ട് കാണുമ്പോ നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് ഈ ഉസ്ലാം പെട്ടി കാളിമുത്തു മാമനെ കാണുന്നത്. അതും SSLC പരീക്ഷ ആരംഭിക്കുന്നതിന്റെ തലേന്നാൾ. അതോടെ ഞാൻ SSLC പരീക്ഷയ്ക്ക് തോറ്റു. കിണിക്കല്ലേ എടി, ഒരു പ്രാവശ്യമല്ല 6 പ്രാവശ്യം ഞാൻ പടപടപടപടയെന്ന് പൊട്ടി. 2-3 പ്രാവശ്യം എന്നെ വിളിച്ചാണ് മദ്രാസിലോട്ട് ചെല്ലായി. വാടാ, ഇഞ്ഞ് പോരെ, മന്ത്രിയാക്കാം തന്ത്രിയാക്കാന്നൊക്കെ. പക്ഷെ എനിക്ക് താല്പര്യമില്ല, നോട്ട് ഇൻട്രസ്റ്റഡ്. പ്രകാശേട്ടൻ വലിയ ഇൻസ്പെക്ടർ ഒക്കെ ആണെങ്കിലും ഈ കാളിമുത്തു മാമൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര പേടിയാ. പിന്നെ ആരാ ഈ കാളിമുത്തു മാമൻ? ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമോ ആവോ. ഒന്ന് മാറൂ. ഒരു ആപ്പിളൂടെ തിന്നിട്ട് പോ. പിന്നെ വന്ന് തിന്നോണേ. എന്റെ ചേച്ചി, ഇപ്പൊ ഇത് മതി. ബാക്കിയൊക്കെ ഇരുട്ടി വെളുത്തിട്ടാവാം. എന്താണ്? முருகா, பழனியாண்டவா, என்ன மட்டும் காப்பாத்துங்கோ. தம்பி, நான் திரும்பி வரைக்கும் நீ இங்கத்தான் வெயிட் பண்ணுங்கோ. புடிச்சுதா? ശരി, വരൂ.
മുറുക. வணக்கம் தாய்க்குலமே. உள்ள ஐயா இருக்காரா? கொஞ்சம் கூப்பிடுங்கോ. അയ്യോ, ഇത് ഞാനാ ബാലപ്പൻ. ബാലപ്പനോ? അല്ല, ആശ ഇല്ലേ അത്? ആശൻ രാവിലെ പോയല്ലോ. പോയോ? എവിടേക്ക്? എനിക്കറിയത്തില്ല. MLA ക്വാർട്ടേഴ്സിൽ ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് 7 വെളുപ്പിന് ഇവിടുന്ന് പോയതാ. MLA ക്വാർട്ടേഴ്സാ? MLA ക്വാർട്ടേഴ്സ് എന്ന് ബാലപ്പൻ ഇതിനു മുമ്പ് ഇല്ല, കേട്ടിട്ടില്ല. അത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അതല്ല, രാവിലെ എന്നോട് തിരുനെൽവേലി പോണം, TNK നേതാവിനെ കാണണമെന്നൊക്കെ പറഞ്ഞിരുന്നതാ. എന്നിട്ടിപ്പോ അത് ശരി, അതിനാണല്ലേ ഈ വേഷത്തിൽ ഇറങ്ങിയത്. കൊള്ളാം, ബാലപ്പൻ ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയിട്ട് തിരുനെൽവേലി പോയതായിരിക്കും. നടക്കട്ടെ നടക്കട്ടെ. ഏതായാലും വന്ന സ്ഥിതിക്ക് കുടുംബം കുളം തോണ്ടുന്നൊരു പാര പണിഞ്ഞിട്ട് തന്നെ പോകാം. ബാലപ്പൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, 2 ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നാ. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട്. എന്നാ പിന്നെ ബാലപ്പൻ ഇറങ്ങിയല്ലേ? ആമാ ആമാ. അല്ല തായ്ക്കുളമേ, ചേച്ചി ചേച്ചി ചേച്ചി. അല്ല, ബാലപ്പൻ പോയില്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇല്ല, ഇന്നലെ രാത്രിയില് നടി ബിന്ദു റാണി വിളിച്ചായിരുന്നോ?